കോവിഡ് കാലത്ത് താൽക്കാലികമായി അടച്ച എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വിക്കറ്റ് ഗേറ്റ് തുറക്കാത്തതിൽ പ്രതിഷേധം. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുന്നതിനായി പ്രധാന കവാടം കൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റുമുണ്ട്. മെഡിക്കൽ കോളേജിന്റെ പ്രാരംഭം ഘട്ടത്തിലെ പ്രധാന പ്രവേശന കവാടമായിരുന്ന ഇപ്പോഴത്തെ വിക്കറ്റ് ഗേറ്റിനോട് ചേർന്നാണ് മെഡിക്കൽ ഷോപ്പുകളും കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. സൗജന്യ കഞ്ഞി വിതരണ കേന്ദ്രവും ഈ ഭാഗത്താണ്. അടച്ചിട്ടിനെ പറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ വലിയ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്ന റോഡായിരുന്നു ഇത്. അത് മതിൽ കെട്ടി വന്നപ്പോൾ ചെറിയ ഒരു വ്യക്തികൾക്ക് കിടക്കാവുന്ന രീതിയിലാക്കി മാറ്റി. അതിനുശേഷം കൊറോണ വന്നതിന് ശേഷം അത് പൂർണ്ണമായി അടച്ചു കെട്ടി. അതിനുശേഷം ഞങ്ങൾ തുറക്കാൻ പലവട്ടം കടകൾ ഓപ്പൺ ആയതിനു ശേഷം തുറക്കാൻ ആവശ്യപ്പെട്ടതാണ്. തുറക്കാൻ ഇവിടെ കമ്മിറ്റി കൂടി മീറ്റിംഗ് കൂടി അവർ തീരുമാനിച്ച് 15 ദിവസം തുറക്കുമെന്ന് പല പ്രാവശ്യം ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. ഇതുവരെ തീരുമാനം ഉണ്ടായില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രസീത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നല്ലാതെ രസീത് കൊണ്ടൊരു ഗുണമില്ല. ആ രസീത് മുഖ്യമന്ത്രി തന്നത് ഇതെല്ലാം നടപ്പിലാക്കുന്ന 40 ദിവസം കൊണ്ട് തീരുമാനമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷേ രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. രോഗികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഗുളിക മേടിക്കാനൊക്കെ വന്നിട്ട് അതിൻ്റെ അപ്പുറം രോഗികൾ ഞങ്ങളുടെ പേപ്പർ തരികയും ഞങ്ങളിവിടെ പോയി പല പോയി ഗുളിക മേടിച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണ്. അതെ ഞങ്ങൾ ഇവിടുന്ന് ഗുളിക മേടിച്ചുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കും. അവരങ്ങനെ പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. അതുപോലെ ഒരു ദിവസം ഒരു കുട്ടിയെ പാമ്പ് കടിച്ചിട്ട് ഇവിടെ പെട്ടെന്ന് ഈ ഗേറ്റ് തുറന്നു കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു വണ്ടിയെ കയറ്റി ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പുള്ളി കൊച്ചിനെ എടുത്തുകൊണ്ട് ഇറങ്ങി ഓടി ഇവിടെ വന്നപ്പോഴാണ് മതിലടച്ച് വെച്ചാണ് കാണുന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു മതിലടച്ചേക്കും ഇവിടെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാൽ കൊച്ചിനെ വേറെ വണ്ടിയെ കയറ്റി ഉണ്ടാൻ പറഞ്ഞ് പുള്ളി വേറെ വണ്ടി അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് അപ്പുറത്തോടെ കയറിപ്പോയി. അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടുകളുണ്ട് ആളുകൾക്ക് ഇവിടെ ഇതിങ്ങനെ അടച്ചു കെട്ടിയതുകൊണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറന്നു കിട്ടുക എന്നുള്ളതാണ് നാട്ടുകാരെന്നുള്ളതൊക്കെ ഞങ്ങളുടെ ആവശ്യം. 2018 കോവിഡ് പ്രോട്ടോകോളിന്റെ ഭാഗമായി വിക്കറ്റ് ഗേറ്റ് താൽക്കാലികമായി അടയ്ക്കുകയുണ്ടായി. ഈ ഗേറ്റ് അടച്ചതോടെ മരുന്നും മറ്റും വാങ്ങുന്നതിനായി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും 1 കിലോമീറ്ററോളം ദൂരം നടന്നു വേണം പുറത്തു പോകുവാൻ. കാൽനടയായി മെഡിക്കൽ കോളേജിൽ വന്നു പോകുന്ന ജീവനക്കാർക്കുൾപ്പെടെ നിരവധി പേർ ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടുകയാണ്. കോവിഡിന്റെ സമയത്താണ് ഇത് അടച്ചു കെട്ടിയത്. അതെ, രോഗികളും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം മറ്റുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് കോവിഡിൻ്റെ പേരിലാണ് ഇവർ ഇത് പറഞ്ഞ് അടക്കാനുണ്ടായ ഒരു സാഹചര്യം. പക്ഷേ അതിനുശേഷം അവരിങ്ങനെ തുടർന്ന് തുറക്കാതെ ഇങ്ങനെ പോന്നുകൊണ്ടിരുന്നു. ഒരു സമയത്ത് ഇവിടെ ഇതിനകത്ത് ഒരു പുതിയ ക്യാൻറ്റീൻ വന്നു. ആ ക്യാൻറ്റീൻ ഇവിടുത്തെ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ബന്ധമുള്ള ആളുകളുടെ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ കച്ചവടം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സൂപ്രണ്ട് മനഃപൂർവ്വം തുറക്കാതിരിക്കുന്നത്. സൂപ്രണ്ട് ഒറ്റ ആൾ മാത്രമാണ് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്ങും ആയിരക്കണക്കിന് ആളുകൾ ഒപ്പിട്ട് മാസ് പെറ്റീഷൻ നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ MLA മന്ത്രിയും കൂടിയായ പി രാജീവിന് കൊടുക്കുകയും രാജീവിൻ്റെ ഭാഗത്തുനിന്നും അതിനെ പല പ്രാവശ്യം തുറക്കാനൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരു ശക്തമായ തീരുമാനം ഈ സൂപ്രണ്ട് എടുക്കണില്ല. അതിനെതിരെ നിന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വൻ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ നിസ്സാര വിലയുടെ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിയിട്ട് അത് വലിയ ബില്ലുകൾ ഉണ്ടാക്കി, അതുപോലെ ചെറിയ ചെറിയ വർക്കുകൾ വലിയ പെരുപ്പിച്ച് കാണിച്ച് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അതിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ സൂപ്രണ്ട് മാത്രം നടത്തിക്കൊണ്ട് ഇതുപോലെ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരെ വിജിലൻസിൻ്റെ അന്വേഷണവും വരികയും ചെയ്യണം. എന്നാലാണ് ഇത് ഇന്നാൾ തീരുമാനമുണ്ടായി തുറക്കാൻ വേണ്ടി PWയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി വന്ന് ഈ സൂപ്രണ്ട് ഉൾപ്പെടെ വന്നാണ് ഈ ഇപ്പം വച്ചിരിക്കുന്ന ഈ ഡോറ് ഇവിടെ ഇങ്ങനെ വച്ചത് തുറക്കാൻ വേണ്ടി. അതിനുശേഷം ആ ഡോറ് വച്ചതല്ലാതെ അതിനുശേഷം യാതൊരുവിധ നടപടികളുണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഫസ്റ്റ് ഗേറ്റ് വഴിയും എല്ലാത്തിനും കൂടിയിട്ടുള്ള വഴി ഇതായിരുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കൊറോണയുടെ പേരും പറഞ്ഞാൽ പൂട്ടി. പിന്നെ പല ആൾക്കാരും അതിൻ്റെ പിൻബലത്തിൽ വേണ്ടിയിട്ട് അത് പൂട്ടിയിട്ടേക്കാണത്. പിന്നെ ഗേറ്റ് ഇപ്പോൾ നമുക്ക് നിലവിലില്ലെങ്കിൽ പിന്നെ ഈ മെഡിക്കൽ ഷോപ്പ് അകത്തുള്ള മരുന്ന് ഇപ്പോൾ നിസ്സാര മരുന്ന് എഴുതിയാലും പുറത്തേക്കാണ് എഴുതുന്നത്. അത് ഈ മെഡിക്കൽ ഷോപ്പിലേക്ക് വന്ന് വേണമെങ്കിൽ അതെല്ലാം വന്നിട്ട് വേണം വരാനായിട്ട്. രാത്രി സമയത്ത് പിന്നെ വരാൻ ബുദ്ധിമുട്ടാണ്. ഈ താഴത്തേക്ക് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്തൊന്നും അവിടെ വെട്ടവും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഒരു പ്രായമുള്ളവരൊക്കെ ഈ കൂടെ നിൽക്കുന്നതൊക്കെ അപ്പോൾ ഈ പറഞ്ഞോണം കയറി വരുമ്പോൾ ചിലപ്പോൾ ഒരു കയറ്റം കയറി വന്നിട്ട് പിന്നെ അടുത്ത കയറ്റം കയറിയാണ്. ചിലപ്പോൾ ചിലവർ ഇവിടുന്ന് ഈ മരുന്ന് മേടിക്കാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും കാരണം ഒരു മരുന്ന് വാങ്ങിക്കാനും അതുപോലെ ഈ പ്രായമായ ആൾക്കാർ എപ്പോഴും മരുന്ന് വാങ്ങിക്കാൻ പറ്റുള്ളതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ റോഡ് മരുന്ന് വാങ്ങിക്കാൻ. അതുപോലെ ഈ സൂപ്രണ്ടിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് സൂപ്രണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തുറക്കണം എന്നാണ് നമ്മൾ ഏറ്റവും വലിയത്. ജനങ്ങളുടെ നിരന്തരമുള്ള ആവശ്യം പരിഗണിച്ച് വിക്കറ്റ് ഗേറ്റ് ഉടൻ തുറന്നു കൊടുക്കണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ
2022 സെപ്റ്റംബർ 5 കൂടിയ ആശുപത്രി വികസന സൊസൈറ്റിയുടെ യോഗം തീരുമാനിച്ചിരുന്നു. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാവിലെ 6 മുതൽ രാത്രി 9 മണി വരെ മാത്രം ഗേറ്റ് തുറക്കാനും സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും യോഗം തീരുമാനിച്ചിരുന്നു. എന്നാൽ വിക്കറ്റ് ഗേറ്റ് തുറന്നു കൊടുക്കുവാൻ ചില ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ജീവനക്കാരുടെയും നാട്ടുകാരുടെയും പരാതി പരിഗണിച്ച് വിക്കറ്റ് ഗേറ്റ് തുറന്നു കൊടുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൂടാതെ ഓട്ടോറിക്ഷകളും ടാക്സികളും ബസ്സുകളും പാർക്ക് ചെയ്യുന്ന മെഡിക്കൽ കോളേജിനകത്ത് ഒരേ സമയം 2 ആംബുലൻസുകളെങ്കിലും പാർക്ക് ചെയ്യാൻ അനുമതി നൽകണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ചില ജീവനക്കാർക്ക് താൽപര്യമുള്ള ആംബുലൻസുകൾക്ക് ഓട്ടം കൂടുതൽ ലഭിക്കാനാണ് ക്യാമ്പസിൽ ആംബുലൻസ് പാർക്കിംഗ് അനുവദിക്കാത്തതെന്നും പരാതിയുണ്ട്. ന്യൂസ് 95 കളമശ്ശേരി.